ഇന്ന് നാം പുതിയ ഒരു കവിതയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ പരശിവപദികം എന്നൊരു കവിതയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ശ്രീ നീലകണ്ഠ തീർത്ഥപാദരുടെ ബ്രഹ്മാഞ്ജലി എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. ആ കൃതിയിലെ ചില കവിതകളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അതിനു മുമ്പ് നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ ആരാണ് എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് കാര്യമായ അറിവില്ല. വളരെയേറെ ആത്മീയ സമ്പത്ത് നേടിയ, ഒരുപക്ഷെ ലിറ്റററി രംഗത്ത് വലിയ വലിയ സംഭാവനകൾ ചെയ്ത നീലകണ്ഠ തീർത്ഥപാദസ്വാമികളെ ഇന്നത്തെ തലമുറയ്ക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പരശിവപദികം നാം പഠനത്തിന് വിധേയമാക്കുന്നത്. നീലകണ്ഠ തീർത്ഥപാദസ്വാമികളുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ. ഒരുപക്ഷെ ദ്വിതീയൻ എന്ന് പറയാവുന്ന തരത്തിൽ തീർത്ഥപാദ പരമ്പരയെ കേരളത്തിൻ്റെ ആത്മീയ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച, ചട്ടമ്പി സ്വാമികളോടൊപ്പം തന്നെ പ്രവർത്തിച്ച മഹായോഗിവര്യനാണ് തീർത്ഥപാദസ്വാമികൾ. മൂവാറ്റുപുഴയ്ക്കടുത്ത് മാറാടി ഗ്രാമത്തിൽ 1047, അതായത് 1872 മെയ് 27 ഇദ്ദേഹം ജനിച്ചത്. പിതാവ് പാമ്പാക്കുട മണിക്കുന്നേൽ നീലകണ്ഠപിള്ള, മാതാവ് വാളാനിക്കാട്ട് കല്യാണിയമ്മ. ഈ ദമ്പതികളുടെ മൂന്നാമത്തെ സന്തതിയായിട്ടാണ് നീലകണ്ഠൻ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇംഗ്ലീഷ് പഠിച്ച് കുറേ കാലം അദ്ദേഹം ദേശാടനത്തിൽ മുഴുകി. അതിനിടയ്ക്ക് അദ്ദേഹം കുറച്ച് നാൾ അധ്യാപകനായും ജോലി ചെയ്യുകയുണ്ടായി. 1 വർഷത്തോളം അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ദേശാടനത്തിന് പോയത്. അക്കാലത്താണ് ഷഡകോപാചാര്യർ, കുംഭകോണം കൃഷ്ണശാസ്ത്രി തുടങ്ങിയവർ തർക്കവും വ്യാകരണവും ദർശനവും മറ്റും അഭ്യസിച്ചത്. ഇദ്ദേഹം വിശ്വവൈദ്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നു. കാരണം അമ്മയുടെ വാളാനിക്കാട് തറവാട്ടിലെ മിക്കവാറും എല്ലാ ആചാര്യന്മാരും വിഷവൈദ്യന്മാരായിരുന്നു. അതുകൊണ്ട് വിഷവൈദ്യത്തിൽ പ്രാവീണ്യം നേടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അമ്മാവൻ്റെ സഹായത്തോടെ വിഷവൈദ്യം പഠിച്ചു. അങ്ങനെ വിഷവൈദ്യം പഠിച്ച് അതിൽ ഉയർന്ന നിലയിലെത്തണം എന്നായിരുന്നു തീർത്ഥപാദർ ആദ്യം ആഗ്രഹിച്ചത്. അങ്ങനെ വിഷവൈദ്യത്തിലെ പ്രത്യേകിച്ചും വിഷഹാരങ്ങളായ മന്ത്രങ്ങൾ ഇദ്ദേഹം പഠിച്ച് സിദ്ധി വരുത്തിയിരുന്നു. അതിനുശേഷം കാമ്യോപാസനയിൽ താല്പര്യം തോന്നിയ അദ്ദേഹം ജി ഭട്ടൻ എന്ന ബ്രാഹ്മണനിൽ നിന്ന് വാഗ്ഭവം, ശ്രീവിദ്യ, തൃപ്പുര തുടങ്ങിയ അനേകം മന്ത്രങ്ങൾ പഠിച്ച് ഉപദേശം സ്വീകരിച്ച് സിദ്ധി വരുത്തിയിരുന്നു. അങ്ങനെ മന്ത്രശാസ്ത്രത്തിൽ ഇദ്ദേഹം വളരെ താല്പര്യം കാണിച്ചിരുന്നു. അതുപോലെ വിഷവൈദ്യ മന്ത്രങ്ങളിലും ഇദ്ദേഹം സിദ്ധി വരുത്തിയിരുന്നു. അങ്ങനെ വിഷവൈദ്യത്തിൽ ഉപരിപഠനം നടത്തണമെന്ന് ആഗ്രഹം തോന്നിയ ഇദ്ദേഹം
ശ്രീ ചട്ടമ്പി സ്വാമി തിരുവടികളുടെ വിഷവൈദ്യശാസ്ത്രപരമായ പാണ്ഡിത്യത്തിൽ അത്ഭുതപരതന്ത്രനായി അദ്ദേഹത്തിൻ്റെ അടുത്ത് വിഷവൈദ്യശാസ്ത്രം പഠിക്കാനായിട്ട് ചെന്നു. തൻ്റെ അഭിലാഷം സ്വാമി തിരുവടികളുടെ മുൻപിൽ പ്രകടിപ്പിച്ചു. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ കൽപ്പിച്ചു, കൊച്ചു നീലകണ്ഠപിള്ളയെ, ഈ സർപ്പവിഷവും മറ്റും വളരെ നിസ്സാരമാണ്. അതിനെല്ലാം വലുതായി ഒന്നുണ്ട്. അത് ശമിപ്പിക്കാൻ അധികം ആളുകളും ശ്രമിച്ചു കാണുന്നില്ല. അതാണ് സംസാരവിഷം. നാം എല്ലാം ആ വിഷയത്തിൽ പെട്ടുഴലുകയാണ്. അത് ശമിപ്പിക്കാനുള്ള ഉപായമാണ് അല്ലയോ നീലകണ്ഠ നീ അറിയേണ്ടത്. ഈ തിരുവായ മൊഴികൾ കേട്ടപ്പോൾ ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ ശ്രദ്ധ മുഴുവനും അതിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ശരിക്കും ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹം പിന്നീട് ആത്മീയ രംഗത്തേക്ക് തൻ്റെ ശ്രദ്ധ മുഴുവനായി തിരിച്ചു. ഇദ്ദേഹം ആദ്യം ചട്ടമ്പി സ്വാമികൾ യോഗവിദ്യകളാണ് തീർത്ഥപാദ സ്വാമികളെ പഠിപ്പിച്ചിരുന്നത്. അതിനുശേഷം ഉയർന്ന യോഗ സാധനകൾ സ്വാമി തിരുവടികൾ അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. കൂടാതെ ശരീരശുദ്ധികരങ്ങളായ കൽപ്പസേവ, ധൗതി, വസ്തി, നൗളി മുതലായ പഞ്ചകർമ്മങ്ങളും ചട്ടമ്പി സ്വാമികൾ ഇദ്ദേഹത്തിനെ പരിശീലിപ്പിച്ചു. പിന്നെ സുഷുമ്ന അന്തസ്ഥിതമായ ചന്ദ്രങ്കൽ നിന്ന് അനർഗളം ഗമിക്കുന്ന അമൃതം സദാ ആസ്വദിക്കത്തക്ക വിധം കേദരി മുദ്ര ബന്ധത്തിൽ ദാർഢ്യം സമ്പാദിക്കാൻ ചട്ടമ്പി സ്വാമികൾ ഇദ്ദേഹത്തിന് മാർഗനിർദ്ദേശം നൽകി. അങ്ങനെ പ്രാണായാമക്രിയകളുടെ പല തലങ്ങളിലൂടെയും തീർത്ഥപാദസ്വാമികൾ കടന്നുപോയി. പ്രാണായാമത്തെക്കുറിച്ച് തന്നെ ഒരു കവിത തന്നെ തീർത്ഥപാദസ്വാമികൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ യോഗ സാധനയിലൂടെയും മന്ത്രസാധനയിലൂടെയും തീർത്ഥപാദസ്വാമികൾ വളരെയേറെ പുരോഗമിക്കുകയും കുറേയൊക്കെ സാക്ഷാത്കാരം നേടുകയും ചെയ്തു. അങ്ങനെ ചട്ടമ്പി സ്വാമികളുടെ പ്രണത ശിഷ്യനായി, പ്രധാന ശിഷ്യനായി തീർന്നു. സംസ്കൃതത്തിലും മലയാളത്തിലുമായ സ്വാമികൾ വായിക്കാത്ത ഗ്രന്ഥങ്ങൾ ചുരുക്കമാണ്. ബംഗാളി, മറാഠി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് മുതലായ ഭാഷകളിലും സ്വാമികൾക്ക് നല്ല പരിജ്ഞാനമുണ്ടായിരുന്നു. തമിഴിൽ ഇദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ ആദ്യകാലത്തൊക്കെ ആകർഷിച്ച കൃതികൾ ഒഴിവിലൊടുക്കവും അതുപോലെ കൈവല്യ നവനീതമൊക്കെയാണ്. അദ്ദേഹം ഹരിദ്വാരം മുതൽ കന്യാകുമാരി വരെ സഞ്ചരിച്ച് തീർത്ഥാടനത്തിലൂടെ ഒരു ചരിത്രാന്വേഷകൻ്റെ അനുഭൂതികളും അദ്ദേഹം സമ്പാദിച്ചു. ബാല്യം മുതൽക്ക് സ്വാമികളും സദ്വാസന സുരഭിലമായ ചിത്തം കവിതാസരണിയിലൂടെയും പ്രവഹിക്കേണ്ടായി. അങ്ങനെ പല സ്തോത്രങ്ങളും തീർത്ഥപാദസ്വാമികൾ രചിച്ചിട്ടുണ്ട്. 13 വയസ്സുള്ളപ്പോൾ മുതൽ കവിത എഴുതി തുടങ്ങിയെന്നാണ് ജീവചരിത്രകാരനായ വിദ്യാനന്ദ തീർത്ഥപാദസ്വാമികൾ പറയുന്നത്. സംസ്കൃതം, മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലായി 44ഓളം കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. യോഗരഹസ്യ കൗമുദി, യോഗാമൃത തരംഗിണി, ആത്മാവൃതം, സ്തവരത്നഹാരം, സ്വരാജ്യസർവസ്വം, അദ്വൈത പാരിജാതം, കൽപ്പലതി, ശ്രീകണ്ഠാമൃതലഹരി എന്നീ കൃതികൾ സംസ്കൃതത്തിലുള്ളതാണ്. പിന്നെ വേദാന്തമാലിക, വേദാന്ത മണിവിളക്ക്,
ആചാര പദ്ധതി, ദേവാർച്ചനാ പദ്ധതി, കണ്ഠാമൃതം, ഹഠയോഗ പ്രദീപിക. അത് മലയാളത്തിലേക്ക് സംസ്കൃതത്തിൽ നിന്ന് തർജ്ജമ ചെയ്താണ് ഹഠയോഗ പ്രദീപിക. വളരെ പ്രധാനപ്പെട്ടൊരു കൃതിയാണ് ഹഠയോഗ പ്രദീപിക. ഹഠയോഗത്തിൻ്റെ ഏറ്റവും ഉത്തുംഗമായ തലങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരാളാണ് തീർത്ഥപാദസ്വാമികൾ. ഈ ഹഠയോഗ പ്രദീപിക എന്നത് മലയാളത്തിന് കിട്ടിയ ഒരു മഹാ അനുഗ്രഹമാണ്. പിന്നെ അതുപോലെ അദ്വൈത സ്തംഭകം എന്നിവ മലയാളത്തിൽ രചിച്ച കൃതികളാണ്. പിന്നെ അദ്ദേഹം ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ തുടങ്ങിയ കൃതികൾ ഇംഗ്ലീഷിലുണ്ട്. പിന്നെ വിവേകാനന്ദ ചരിത്രം, കൊച്ചി രാജ്യചരിത്രം എന്നീ കൃതികളും തീർത്ഥപാദർ രചിച്ചിട്ടുണ്ട്. മലയാളത്തിലും സംസ്കൃതത്തിലുമായി ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ കൃതികളും 44 ഗ്രന്ഥങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. സദ്ഗുരു എന്നൊരു മാസിക സ്വാമികളുടെ പത്രാധിപത്യത്തിൽ 1915 മുതൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. സദ്ഗുരു എന്ന മാസികയും കേരളത്തിലെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനം വഹിക്കുന്ന കൃതിയാണ്. ഇതൊക്കെയാണ് നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളുടെ ജീവചരിത്രത്തിലെ ഒരു സംക്ഷിപ്ത ഏട്. അപ്പോൾ ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം. ചട്ടമ്പി സ്വാമികൾ എന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹിച്ചത് അതെല്ലാം തന്നെ തീർത്ഥപാദ സ്വാമികൾ ചെയ്യേണ്ടായി. അതുകൊണ്ട് ചട്ടമ്പി സ്വാമികളുടെ തന്നെ ഒരു പ്രതിരൂപം എന്ന് വിളിക്കാവുന്ന ഒരു മഹായോഗിവര്യനാണ് നീലകണ്ഠ തീർത്ഥപാദസ്വാമികൾ. അദ്ദേഹം എഴുതിയ പരശിവ പദികത്തിലേക്കാണ് നാം കിടക്കുന്നത്. പരശിവ പദികത്തിൽ 10 പദ്യങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് അതിന് പദികം എന്ന് പറയുന്നത്. 10 പദ്യങ്ങൾ, 10 ശ്ലോകങ്ങൾ ശരിക്കും ശിവസ്തവങ്ങളാണ്. ശിവസ്തവം, പരശിവസ്തവം എന്നാണ് അദ്ദേഹം ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ പദ്യങ്ങളിലെല്ലാം തന്നെ ശിവസാക്ഷാത്കാരത്തിൻ്റെ അത്യുന്നത മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ചവിട്ടുപടികളാണ്. അപ്പോൾ ഈ 10 പദ്യങ്ങൾ എന്ന് പറയുന്നത് ശിവസാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള 10 ചവിട്ടുപടികളാണ്. ഈ 10 ചവിട്ടുപടികളിലൂടെ കയറുമ്പോൾ നമുക്ക് ശിവനുമായിട്ട് അഭേദ്യമായ ഒരു നാഭീനാള ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അതാണ് ഈ സ്തോത്രത്തിൻ്റെ, ഈ ശിവസ്തവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിനി ആ ശിവസ്തവത്തിലേക്ക് കിടക്കാം. നിടിലാക്ഷ കടാക്ഷധാരതൻ പടിമാതംഗളങ്ക ഹുങ്കൃതം ചടുതി പ്രണിഹത്യ ദുർവിധിക്ക് അടിമപ്പേരൊഴിവാക്കിയിടട്ടെ മേ. എൻ്റെ അടിമപ്പേര് ഒഴിവാക്കി അല്ലയോ നിടിലാക്ഷ എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ഇവിടെ തീർത്ഥപാദസ്വാമികൾ ശിവനോട് പ്രാർത്ഥിക്കുന്നത്. നിടിലാക്ഷ എന്നാണ് തുടക്കം തന്നെ. നിടിലാക്ഷ എന്ന് വെച്ചാൽ നെറ്റിയിൽ കണ്ണ് ഉള്ളവൻ, അതായത് 3-ാം കണ്ണ്, തൃക്കണ്ണ്, ആജ്ഞാചക്രത്തിലെ കണ്ണ് തുറന്ന് എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഭഗവാനോട് പറയാണ്, അങ്ങയുടെ തൃക്കണ്ണ് തുറന്ന് ആ തൃക്കണ്ണിൽ നിന്നുണ്ടാകുന്ന രശ്മികൾ എന്നിലേറ്റ് എൻ്റെ അടിമപ്പേർ ഒഴിവാക്കി തരണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നുണ്ടാകുന്ന കടാക്ഷധാര, ആ കടാക്ഷത്തിലെ പ്രകാശം, ആ കടാക്ഷത്തിൻ്റെ അമൃതം എന്നിലേക്ക് ഒഴുകി ഒഴുകി വരട്ടെ. അല്ലയോ ദേവ, അങ്ങയുടെ 3-ാം കണ്ണിലെ ആ മഹത്വപൂർണമായ പ്രകാശധാര എന്നിലേക്ക് ഒഴുകി വന്നിട്ട് എൻ്റെ അടിമപ്പേർ ഒഴിവാക്കി എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് നോക്കൂ. പടിമാതംഗ കളങ്ക ഹുങ്കൃതം.
ഹുങ്കൃതമാണ്, ഹുങ്കാരം നിറഞ്ഞവനാണ് ഞാൻ. അതായത് അഹങ്കാരത്തിൻ്റെ ഹുങ്കാരം നിറഞ്ഞ ഒരുത്തനാണ് ഞാൻ. അപ്പോൾ എന്നിൽ നിറയെ അഹന്ത, സംസാര വിഷം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അഹങ്കാര ഹുങ്കൃതം എന്നിൽ നിറഞ്ഞിരിക്കുന്നത്. ചട്ടമ്പിസ്വാമികൾ തീർത്ഥപാദസ്വാമികളോട് പറഞ്ഞത് ഇത് തന്നെയാണ്. സംസാര വിഷത്തെ ഒഴിവാക്കാൻ ശ്രമിക്കൂ എന്നാണ് ആദ്യമായി ചട്ടമ്പിസ്വാമികൾ തീർത്ഥപാദസ്വാമികളോട് പറഞ്ഞത്. ഈ സംസാര വിഷമാകുന്ന ഹുങ്കൃതത്തെ അല്ലയോ ഭഗവാൻ അങ്ങയുടെ 3-ാം കണ്ണ് തുറന്ന് ദഹിപ്പിക്കണമേ എന്നാണ് പറയുന്നത്. 3-ാം കണ്ണിലെ ആ കടാക്ഷധാര അങ്ങൊന്ന് നോക്കൂ, 3-ാം കണ്ണ് തുറന്നെന്നെ നോക്കൂ എന്നാണ് പറയുന്നത്. ആ കടാക്ഷത്തിലെ അമൃതപ്രവാഹം എൻ്റെ എല്ലാ സംസാര വിഷത്തെയും നശിപ്പിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ അങ്ങയുടെ തൃക്കണ്ണ് തുറന്ന് ആ കടാക്ഷധാരയിലൂടെ എൻ്റെ എല്ലാ സംസാര വിഷത്തെയും അങ്ങ് പ്രണിഹത്യ നശിപ്പിക്കണമേ, ചടുതി പെട്ടെന്ന് നശിപ്പിക്കണമേ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എൻ്റെ ദുർവിധിയാകുന്ന അടിമപ്പേർ ഒഴിവാക്കി എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ എൻ്റെ ദുർവിധിയെ അങ്ങ് ഇല്ലാതാക്കണമേ എന്നാണ് പറയുന്നത്. എൻ്റെ ദുർവിധി എന്താണ്? സംസാര വിഷത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ദുർവിധിയിൽപ്പെട്ട് കഴിയുകയാണ് ഞാൻ. അങ്ങനെ ദുർവിധിയിൽപ്പെട്ട് കഴിയുന്ന എന്നെ, എൻ്റെ ഈ സംസാര വിഷത്തെ പ്രണിഹത്യ നശിപ്പിക്കുക, ഇല്ലാതാകുക, കത്തിച്ചാമ്പലാക്കുക. അങ്ങയുടെ 3-ാം കണ്ണിൽ നിന്ന് വരുന്ന ആ അഗ്നികടാക്ഷം കൊണ്ട് എൻ്റെ ഈ ഹുങ്കാരത്തെ, സംസാര വിഷമാകുന്ന ഹുങ്കാരത്തെ അങ്ങ് ഇല്ലാതാക്കിയാലും അങ്ങനെ ജന്മദുഃഖങ്ങളിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ അല്ലയോ ഭഗവാനേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് നിടിലാക്ഷ എന്നുള്ള വാക്കാണ് ആദ്യം ഈ കവിതയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ പരശിവസ്തവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ വാക്ക് നാം ശ്രദ്ധിക്കണം. നിടിലാക്ഷ, 3-ാം കണ്ണുള്ള ശിവൻ. എല്ലാ ജ്ഞാനത്തെയും പ്രദാനം ചെയ്യുന്നത് ശിവൻ്റെ 3-ാം കണ്ണാണ്. ജ്ഞാനനേത്രമാണ് 3-ാം കണ്ണ്. അതേപോലെ സംസാര വിഷത്തെ ചുട്ട് ചാമ്പലാക്കുന്ന അഗ്നിനേത്രമാണ് ശിവൻ്റെ 3-ാം കണ്ണ്. അങ്ങനെ ശിവൻ്റെ 3-ാം കണ്ണ് തുറന്ന് അല്ലയോ ഭഗവാൻ അങ്ങ് എൻ്റെ സംസാര വിഷം മുഴുവനും ഇല്ലാതാക്കണമേ, സംസാര വിഷമാകുന്ന ഹുങ്കാരത്തെ അങ്ങ് നശിപ്പിക്കണമേ, എന്നിട്ട് ജന്മദുഃഖങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണത്. അപ്പോൾ ഈ പ്രാർത്ഥന സത്യത്തിൽ ഒരു വലിയ ചവിട്ടുപടിയാണ്. ശിവസാക്ഷാത്കാരത്തിലേക്കുള്ള, പരമശിവ സാക്ഷാത്കാരത്തിലേക്കുള്ള, പരശിവ സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു 1-ാമത്തെ ചവിട്ടുപടിയാണിത്. അതായത് നമ്മുടെ മനസ്സിൽ സംസാര വിഷം നിറഞ്ഞിരിക്കുകയാണ്. പാശം, പശു, ജീവൻ്റെ പാശം നാം ശൈവസിദ്ധാന്തത്തിൽ പറഞ്ഞതാണ്. അത് വീണ്ടും ഈ കവിതയിൽ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പശുക്കളുടെ ആ പാശത്തിൻ്റെ കെട്ട് അല്ലയോ ഭഗവാൻ അങ്ങ് 3-ാം കണ്ണ്, നിടിലാക്ഷ അങ്ങയുടെ 3-ാം കണ്ണ് തുറന്ന് കത്തിച്ചാമ്പലാക്കി എന്നെ പതിയിലേക്ക് എത്തിക്കണമേ. അപ്പോൾ പ്രധാനപ്പെട്ട ശിവസാക്ഷാത്കാരത്തിൻ്റെ ആദ്യത്തെ പടി ഈ സംസാര വിഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സംസാര വിഷമാകുന്ന ഹുങ്കാരത്തെ അല്ലയോ ഭഗവാൻ അങ്ങ് പരിപൂർണമായി നശിപ്പിക്കുക, 3-ാം കണ്ണ് തുറന്ന് നശിപ്പിക്കുക. അപ്പോൾ 7-ാം ഇന്ദ്രിയം എന്ന് പറയുന്ന ഈ 3-ാം കണ്ണാണ്. 7-ാം ഇന്ദ്രിയം എന്ന് പറയുന്നത് ഈ 3-ാമത്തെ കണ്ണാണ്. നമുക്ക് 6 ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും കഴിഞ്ഞ് 7-ാമത്തെ ഇന്ദ്രിയം നമുക്ക് പരിചയമില്ല. ആ 7-ാമത്തെ ഇന്ദ്രിയം കുടികൊള്ളുന്നത് ഈ ആജ്ഞാചക്രത്തിലാണ്.
ആ ആജ്ഞാചക്രം തുറന്ന് ജ്ഞാനത്തിൻ്റെ മഹാലോകത്തിലേക്ക്, അറിവിൻ്റെ മഹാലോകത്തിലേക്ക്, സാക്ഷാത്കാരത്തിൻ്റെ മഹാലോകത്തിലേക്ക് അല്ലയോ ഭഗവാൻ അവിടെ തന്നെ നയിക്കുക. അപ്പോൾ അതിനാദ്യം വേണ്ടത് സംസാര വിഷത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം, അതിനെ നശിപ്പിക്കണം. അതുകൊണ്ട് സംസാര വിഷത്തെ നശിപ്പിക്കാൻ അല്ലയോ ശിവഭഗവാൻ അങ്ങ് എന്നെ അനുഗ്രഹിച്ചാലും. അപ്പോൾ ഈ പ്രാർത്ഥന സത്യത്തിൽ നമുക്ക് കൂടിയുള്ളൊരു പ്രാർത്ഥനയാണ്. ഈ ശ്ലോകത്തിലൂടെ നാം എത്തിച്ചേരുന്നത് നമ്മുടെ തന്നെ സംസാര വിഷത്തെ അല്ലയോ ഭഗവാൻ അങ്ങയുടെ നിഴലാക്ഷം കൊണ്ട്, മൂന്നാം കണ്ണിലെ ആ അമൃതധാര കൊണ്ട് ദഹിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് അമൃതം നൽകുക. അപ്പോൾ നിഴലാക്ഷൻ്റെ കടാക്ഷധാര അത് തിന്നു കഴിഞ്ഞാൽ പിന്നെ സംസാര ദുഃഖം പാടെ നശിക്കും. ഇതിനാണ് ശിവകൃപ എന്ന് പറയുന്നത്. ശിവകൃപ, ശിവൻ്റെ അരുള് അല്ലെങ്കിൽ ഗുരുവിൻ്റെ അരുള്, ഗുരു അരുൾ. ആ ഗുരു അരുളിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരുവരുളിൻ്റെ അനുഗ്രഹത്തോടെ നമ്മുടെ സംസാര വിഷം മുഴുവൻ തീർക്കാൻ ഈ പരശിവസ്തവം നമ്മെ സഹായിക്കട്ടെ. ഓം ശിവായ നമഃ.